നാളെ വോട്ടെണ്ണുമ്പോൾ അവളുടെ കത്ത് പുറത്തായ അത് പ്രശ്നമാണ്. കാലത്ത് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതേ ഞാനാന്ന് വിചാരിച്ചിരിക്കുക അവള്. അത് പിന്നെ അത്രയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ ഇതങ്ങനല്ല. ഞാൻ മാത്രമേ വായിക്കൂ എന്ന വിശ്വാസത്തിൽ ആ സ്വാതന്ത്ര്യത്തിൽ അവൾ എഴുതിയ കത്ത. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത് ഞാൻ പരസ്യപ്പെടുത്തിയെന്ന് അവൾ അറിഞ്ഞ അതോടുകൂടി എല്ലാം തീരും. ഓർത്തിട്ട് പ്രാന്താവും എനിക്ക്. ഇവിടെ കിടന്ന് ഭ്രാന്തെടുത്തിട്ട് എന്ത് കാര്യം? അവള് വീട്ടിൽ പോയിരിക്കണമെന്നല്ലേ അറിഞ്ഞത്. വീട്ടിൽ വിളിച്ച് അവളുടെ കാര്യം പറയടാ. എടാ, വീട്ടിൽ വിളിച്ചിട്ട് അവളെ കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ എന്നെ വിശ്വസിക്കില്ല. പോസ്റ്റർ പ്രശ്നത്തിൽ തന്നെ നേരിട്ട് കാണാൻ ചെന്നപ്പോൾ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലേ. വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് എല്ലാം സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാ കഞ്ഞിക്കുഴി കൊള്ള റാസ്കല്. ആ കത്ത് പുറത്ത് വന്നാലല്ലേ പ്രശ്നമുള്ളൂ. ഇന്ന് രാത്രി നമുക്കത് പൊക്കിയാലോ? എങ്ങനെ? ബാലറ്റ് പട്ടികളെല്ലാം കൂടെ പ്രിൻസിപ്പാലിന്റെ മുറിക്കകത്തല്ലേ വെച്ചിരിക്കുന്നത്. അതിന്റെ താക്കോലും അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എടാ, പക്ഷെ അതിനകത്തേക്ക് കയറുന്നത് എങ്ങനെ? കോളേജ് മുഴുവൻ പോലീസല്ലേ. പ്രിൻസിപ്പലിന്റെ റൂമിന് കാവലും കാണും. അതിന് വഴിയുണ്ട്. രജനിയുടെ വീട്ടിലെ വാച്ചറെ മയക്കാൻ സുവോളജി ലാബിന്ന് ഞാൻ അടിച്ചു മാറ്റിയത് ക്ലോറോഫോം. വൃശ്ചികത്തിലെ മഴയാ, കൂട്ടിക്കിയ പെയ്യും. ആ 316 അവിടെ നിന്ന് ഞെരിപിരി കൊള്ളായിരിക്കും. ഈ റൗണ്ട് കഴിഞ്ഞ് നീ ചെന്ന് അയാളെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ബോട്ടിലടച്ചു വെക്കേ. താക്കോൽ കിട്ടി. ഈ റൂമിലായിരിക്കുമോ? നമ്മുടെ ക്ലാസ്സിലെ 27-ാം നമ്പർ പെട്ടിയാ. നീ നോക്ക്. അപ്പോഴേക്ക് ഞാൻ പോയി താക്കോല് തപ്പിട്ട് വരാം. 16, 27. പോലീസ് യുവന്മാർക്കൊക്കെ രാത്രി ഉറക്കമില്ല. ഹലോ, സുമാരനാ? ഓൾഡി 118 സുമാറിന് ഫോൺ ഉണ്ടെന്ന് പറ. നീ എവിടെ എന്നെ എടുക്കുവാടാ ഔസേപ്പേ?
അച്ഛന്റെ കുരിശുമാല കാണാതെ പോയത് നോക്കാൻ പറഞ്ഞത് മറന്നുപോയ. എടാ കുരിശേ, നീ കറണ്ട് പോയത് കണ്ടില്ലയോ? ജനറേറ്റർ ഓൺ ചെയ്യുന്ന കാര്യമാണെങ്കിൽ നടക്കില്ല. ലീക്ക് പഴയതിനേക്കാൾ കൂടിയിരിക്കുക. നീ എന്നൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ലീക്ക് കൂട്ടാനോ അതോ കുറയ്ക്കാനോ? ജർമ്മൻകാർ വന്നിറങ്ങിയ സമയത്തുള്ള ജനറേറ്ററാണ്. ഒരു മെക്കാനിക്ക് വന്ന് തൂത്തു ഉടച്ചാ എന്താവാൻ? എന്തായാലും ജനറേറ്റർ ഓൺ ചെയ്, അല്ലെങ്കിൽ ഇന്ന് കോളേജ് നടന്ന അടിയുടെ ബാക്കി ഇവിടെ നടക്കും. കോമ്പൗണ്ടിനകത്ത് ഒരുത്തൻ കേറിയിട്ടുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു. എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നതിന് മുമ്പ് പോയി ജനറേറ്റർ ഓൺ ചെയ്യടോ. പോരാത്തതിൽ ഒടുക്കത്തെ പിള്ളേരും. നരകം അവിടെ അല്ല കർത്താവേ, ഇവിടെ. ആരാ? സുഖമാണ് അച്ഛൻ, ഒരു കോളുണ്ട്. ഞെട്ടിപ്പോയി. ഹലോ, ഞാനാടാ. നീ എവിടുന്ന? ഒരു ബൂത്തുന്നാ. നീ ഹോസ്റ്റലിൽ എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഏതായാലും ഇപ്പൊ നീ ഇങ്ങോട്ട് വരണ്ട, പുറത്ത് പോലീസുകാരുണ്ട്. ആ, ദിനേഷിന്റെ മണിയുടെ വീട്ടിൽ പോയി കിടന്നിട്ട് കാലത്ത് ഇങ്ങോട്ട് വന്നാൽ മതി. ആ ശരി ശരി. പിറ്റേന്ന് വോട്ടെണ്ണുന്ന സമയത്ത് ബാലറ്റ് പേപ്പറുകളുടെ കൂട്ടത്തിൽ താരയുടെ കത്തും ഉണ്ടായിരുന്നു. കൗണ്ടിംഗ് സെന്ററിൽ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ്സും അത് കണ്ടു. സതീശൻ അതൊരു ഇഷ്യൂ ആക്കി. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ സുഗു താരയുടെ കത്ത് മിസ്യൂസ് ചെയ്തെന്ന് അധ്യാപകരും കുട്ടികളും കോളേജിലെ ചൂരകൾ പോലും വിശ്വസിച്ചു. താരയും. അതോടെ സുഗുവിന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. ആണും പെണ്ണും കേട്ടോ താഴെ. ഹോസ്റ്റലിലെ ജനറേറ്റർ റൂമിൽ മുരളി മരിച്ചു കിടക്കുന്നു. മോനെ കണ്ണാ, எப்படி தாங்க முடியுடா? கண்ணா, உன்னோட ஃப்ரெண்ட்ஸ் எல்லாம் வந்திருக்கு. நீ கண்ணை திறந்து பார்க்கலையா கண்ணா? പ്രിൻസിപ്പൽ അച്ഛൻ വരുന്നു.
എന്താ സംഭവിച്ചത്? മുരളി ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിൽ വരാറുള്ളതാ. രാത്രി മഴ പെയ്തപ്പോൾ ജനറേറ്റർ റൂമിൽ കയറി നിന്നതാവണം. ഇന്നലെ കോളേജിൽ നടന്ന അടിയുടെ ബാക്കി ഹോസ്റ്റലിൽ ഉണ്ടാവുമെന്ന് പേടിച്ചിരുന്നു. അതുകൊണ്ട് ആ കറണ്ട് പോയപ്പോൾ ലീക്ക് ഉണ്ടെങ്കിലും ജനറേറ്റർ ഓൺ ചെയ്തത്. മുരളി ഒരു ആസ്മ പേഷ്യൻ്റ് ആയിരുന്നല്ലോ. ജനറേറ്റർ റൂമിലാണെങ്കിൽ വെന്റിലേഷനും ഇല്ല. വിഷപ്പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജനറേറ്റർ ഓൺ ചെയ്ത സമയത്ത് അകത്ത് ആളുണ്ടെന്ന് താൻ അറിഞ്ഞല്ലേ? ഇരുട്ടല്ലേ അച്ചോ, അനക്കൊന്നും കേട്ടതുമില്ല. ചിലപ്പോ അതിനകത്തിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും. കാലത്ത് ജനറേറ്റർ ഓഫ് ചെയ്യാൻ ചെന്ന് നോക്കുമ്പോഴാ. കോളേജിൽ നിന്ന് പിരിഞ്ഞു പോരുന്നതിന് മുമ്പ് ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് തരുമെന്ന് അച്ഛൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നതല്ലേ? ഇത് ഇത്തിരി നേരത്തെ ആയിപ്പോയില്ലേ? He liked his college, his hostel so much. അവിടുന്ന് പോരാൻ തോന്നാറില്ലെന്ന് ഇപ്പോഴും പറയുമായിരുന്നു. ആനാ പോയിട്ടാ. നാളെ വീണ്ടും കോളേജ് തുറക്കും. ക്ലാസ്സിൽ മുരളി ഉണ്ടാവില്ല. താരയും ഇനി അവളുടെ വീട്ടുകാർ കോളേജിലേക്ക് അയക്കും തോന്നില്ല. കടം കഴിക്കൽ പോലെ കുറെ ദിവസങ്ങൾ അത് ഇനി കോളേജ് ലൈഫിലുണ്ടാവും. ഞാൻ പഠിത്തം മതിയാക്കാണ് വയസ്സേ. എന്താ നീ പറയുന്നത്? താരയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് വന്നത്, നിനക്കറിയാലോ. അവളെ അപമാനിച്ചതിന്റെ പഴയ സഹിച്ചിവിടെ നിൽക്കാൻ വയ്യ. താരയെ ഞാൻ പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, ആ തെറ്റിദ്ധാരണ ഇനി മാറ്റാൻ പറ്റില്ല. അവള് പോയി, അത് സത്യ. വീട്ടിൽ അമ്മയ്ക്കും വയ്യാണ്ടായി. എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് അമ്മയും പെങ്ങന്മാരെ നോക്കണം. ഈ മാനസികാവസ്ഥയില് പഠിക്കലും പരീക്ഷ എഴുത്തൊന്നും നടക്കില്ല. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെടാ, ഇവിടെ നിന്നൊരു മാറ്റം അത്യാവശ്യമാണ്. നാട്ടിലുള്ളൊരു ഹമീദ് ഇപ്പൊ ബോംബെയിലുണ്ട്. അവിടെ ചെന്ന് അയാളെ തപ്പിപ്പിടിച്ചെടുക്കണം. പിന്നെ മുരളി പറഞ്ഞ പോലെ ഭാഗ്യമുണ്ടെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും വീണ്ടും കാണാം.